വിവിധ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ശ്രീകാന്ത്, അരുൺ പാറയ്ക്കൽ, MG പ്രതീഷ്, ശ്രീജിത് ശ്രീകുമാരൻ, ടോബി ജോൺസൺ, വിഷ്ണു സുരേഷ് എന്നിവരാണ് തത്സമയം ചേരുന്നത്. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, നേരത്തെ അല്പസമയം മുൻപാണ് മന്ത്രി നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ആ സമയത്ത് ഏതാണ്ട് 2 ലക്ഷം ഭക്തർ സന്നിധാനത്തുണ്ട് എന്ന തരത്തിലാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർക്കശമാണ് താനും. നിലവിൽ സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഇനി എല്ലാ കാത്തിരിപ്പും തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള പേടകങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നതും കാത്തുള്ള നിൽപ്പാണ്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പൊന്നമ്പലവാസന ചാർത്താനുള്ള തിരുവാഭരണം അത് സന്നിധാനത്തേക്ക് എത്തുന്നതും ആ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന കാണുന്നതിനും വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഈ കാണുന്നത്. ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. അതുകൂടി കണ്ട് സായുജ്യമടഞ്ഞു വേണം ഓരോ ഭക്തനും മലയിറങ്ങാൻ. അല്പസമയത്തിനകം ശരംകുത്തിയിലേക്ക് ഏതാണ്ട് ഒരു 5 മണിയോട് അടുപ്പിച്ച് ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും മറ്റ് ദേവസ്വം ബോർഡ് അധികൃതരും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കും. കൊടിമരച്ചോട്ടിൽ തിരുവാഭരണ പേടകത്തിന് ശേഷം സോപാനത്തേക്ക് കൊണ്ടുപോകും. 6:30 ദീപാരാധന. സ്വാമി അയ്യപ്പന് പൊന്നമ്പലവാസന തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. തൊട്ടു പിന്നാലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. അതുകൂടി കണ്ട ശേഷം അതുകൂടി കണ്ട് തൊഴുത് ഇവിടെ നിന്ന് മലയിറങ്ങാനാണ് ഭക്തർ തടിച്ചുകൂടിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ഇതിനോടകം തന്നെ സന്നിധാനത്തും അതിൻ്റെ പരിസരത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. 10 വ്യൂ പോയിന്റുകൾ ആകെ സജ്ജീകരിച്ചതിൽ എല്ലാം തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. 3 ദിവസം മുൻപ് സന്നിധാനത്തിന് തൊട്ടടുത്തുള്ള പാണ്ടിത്താവളത്ത് പർണശാലകൾ കെട്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഭക്തസഹസ്രങ്ങളുടെ. അവരിപ്പോൾ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. ശരണമന്ത്ര ധ്വനികളാൽ മുഖരിതമാണ് സന്നിധാനവും പരിസരവും എന്ന് പറയാതിരിക്കാനാകില്ല. കാരണം അവരെല്ലാവരും ഈ കാത്തിരിപ്പ് 2-3 ദിവസത്തെ കാത്തിരിപ്പാണ്. ഈ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ഒന്ന് കാണണം, പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ഒന്ന് കാണണം. ആ കാത്തിരിപ്പാണ് ഇപ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കാൻ പോകുന്നത്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ തിക്കും തിരക്കും ഉണ്ടാക്കാത്ത വിധം ഭക്തർക്ക് സുഗമമായി ദർശനം കണ്ടിറങ്ങാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പാണ്ടിത്താവളത്തെ ദൃശ്യങ്ങളാണ്. പാണ്ടിത്താവളത്ത് തമ്പടിച്ചിരിക്കുന്ന പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് പാണ്ടിത്താവളം. അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ഇപ്പോൾ നട അടച്ചിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഈ 5 മണിയോടടുപ്പിച്ച് നട തുറക്കും. പൂജകളും മറ്റ് ചടങ്ങുകളിലേക്കും കടക്കും. ആ സമയത്താണ് നീലിമല കടന്ന് മരക്കൂട്ടം കടന്ന് ശരംകുത്തിയിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുന്നത്. കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. അക്ഷമരായി കാത്തിരിക്കുകയാണ്. ശരണമന്ത്ര ധ്വനികളാൽ മുഖരിതമായി സന്നിധാനം നിറഞ്ഞിരിക്കുകയാണ്. കൃഷ്ണ. അരുൺ പാറയ്ക്കൽ, പാണ്ടിത്താവളത്തെ വിവരങ്ങളുമായി തത്സമയമുണ്ട്. അരുൺ, പാണ്ടിത്താവളത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ വലിയ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ പർണശാലകൾ കെട്ടിയൊക്കെ ദിവസങ്ങളായുള്ള കാത്തിരിപ്പാണ്. ഒരു വ്യൂ പോയിന്റ് കൂടിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണ്ടിത്താവളത്താണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ അക്ഷമനായി നിൽക്കുന്ന തീർത്ഥാടകരാണ്. തീർത്ഥാടക പ്രവാഹമാണ് പാണ്ടിത്താവളത്തുടനീളമുള്ളത് എന്ന് വേണം പറയാൻ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനം. അത് പല സ്ഥലങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് തീർത്ഥാടകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് ആളുകൾ, അതായത് തീർത്ഥാടക അയ്യപ്പന്മാർ ഇവിടെ ശരണമന്ത്രങ്ങളാൽ അവരുടെ നമുക്കിപ്പോൾ അവരുടെ ആ ആഘോഷങ്ങളിലേക്ക് പങ്കുചേരാവുന്നില്ല.
പാണ്ടിത്താവളത്തു നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഭക്തരുണ്ട്, നിറയെ ഭക്തരുണ്ട്. അവർ പർണശാലകൾ കെട്ടിയുള്ള കാത്തിരിപ്പാണ്, ദിവസങ്ങളായുള്ള കാത്തിരിപ്പാണ് മകരജ്യോതി ദർശനത്തിനായി. കൂടുതലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്തരാണ് എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെയുള്ള തത്സമയ വിവരങ്ങൾ, കാഴ്ചകൾ. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.